ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വരുന്ന മാർച്ച് 27 എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുകയും അതൊരു വൻ കത്തിപ്പടൽ പടരുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ ലാലേട്ടൻ വന്ന് മലയാള സിനിമയുടെ തലവര മാറ്റിവെക്കാൻ പോകുന്ന സിനിമയാണ് എമ്പുരാൻ L2E എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുശേഷം വരുന്ന ഏപ്രിൽ 10 മമ്മൂക്ക ഒരു അടാറ് പൊളി പൊളിക്കാൻ പോകുന്ന പടമാണ് നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ആദ്യം മുതലേ, അതായത് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഡിനോ ഡെന്നിസ് ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമ തുടങ്ങി ആദ്യത്തെ അപ്ഡേറ്റ് വന്നത് മുതൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. അതൊരു ഗെയിം ഓറിയന്റഡ് റോഡ് ടൈപ്പ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഗെയിം ഓറിയന്റഡ് ആയിട്ടുള്ള ബേസ് ആയിട്ട് വരുന്ന ഒരു സിനിമയാണെന്നുള്ളത് നമുക്കും അറിയാം. ഗെയിമിംഗ് ത്രില്ലർ പോലത്തെ ഒരു സാധനമാണെന്നുള്ളത്. പിന്നെ അതിനുശേഷം മമ്മൂക്കേന്റെ പല രീതിയിലുള്ള പോസ്റ്റേഴ്സ് വന്നു. നമ്മൾ തന്നെ പല വീഡിയോയിൽ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഇങ്ങനെ പുറകു തിരിഞ്ഞ് നിൽക്കുന്നത്, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് കുറെ ആളുകൾ ഇങ്ങനെ തോക്ക് ചൂണ്ടിട്ട് അതിന്റെ മറ്റേ റെഡ് ലൈറ്റ് ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സാധനം, ടാർജറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു സാധനം. അത് കഴിഞ്ഞ് എന്താ പറയാ, കുറെ മുടിയൊക്കെ ഉള്ള ഒരു ഐറ്റം, ഒരു ബുള്ളറ്റിന്റെ മുകളിൽ നിന്ന് അതിന്റെ കവർ ഇങ്ങനെ വലിച്ചിട്ടിട്ട് നിൽക്കുന്ന ഒരു സാധനം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വന്നു. അതിന്റെ ഇടയിൽ ഒരു ഗ്ലിംസ് വന്നു, അത് ടീസർ വന്നു. ഒരു രക്ഷയില്ല, വേറെ ലെവല് സാധനമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്ന് കൂടി പറഞ്ഞതോടുകൂടി പരിപാടി അകമാറി. ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ 10 ഇത്ര പ്രതീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, മമ്മൂട്ടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഈ ഇടയായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ വരിക്ക് നമ്മൾ എടുത്താൽ തന്നെ ഞെട്ടിക്കുന്ന റോളുകളാണ്, അത്ഭുതപ്പെടുത്തുന്ന സ്ക്രിപ്റ്റുകളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മമ്മൂക്ക വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോ ഒരു 10-15 മിനിറ്റ് മുമ്പ് പുള്ളിക്കാരൻ തന്നിട്ടുള്ള ഒരു പുതിയ പോസ്റ്ററാണ് ഇത്. ബസൂക്കയുടെ പോസ്റ്റർ എങ്ങനെയുണ്ട്? എന്താണ് ഞാൻ പറയേണ്ടത്? മാരക ഐറ്റം, ഒന്നുമില്ല. ലുക്ക് വിട്ടൊരു പരിപാടിയില്ല. അതിന്റെ കമന്റിൽ തന്നെ നമുക്ക് എല്ലാ സമയത്തും കാണുന്ന ഒരു സാധനമാണത്. ലുക്ക് വിട്ടുള്ള ഒരു പരിപാടിയില്ല. ശരിയാണ്, ലുക്ക് വിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇത് ചുള്ളനല്ലേ, വേറെന്താ പറയാനുള്ളത്? ഇത് നോക്കി നിങ്ങൾ, എന്ത് മാരകമായിട്ടുള്ള ലുക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബസൂക്ക ഇൻ സിനിമാസ് വേൾഡ് വൈഡ് ഫ്രം ഏപ്രിൽ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലുക്കിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലുക്കാണ്, അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. കോട്ടും, ബ്ലാക്ക് കോട്ടും ടൈയും ആ ഗ്ലാസും, മുടി ചെയ്യലാണെങ്കിലും താടിയാണെങ്കിലും എന്താ പറയാ, ഭയങ്കര മാരകമായിട്ടുള്ള ലുക്ക്. ഇയാള് വെറുതെ വന്ന് നിന്നാൽ പോലും ഭയങ്കരമായിട്ടുള്ള ലുക്കാണ്. കാരണം ഈ അടുത്ത് ആ നടക്കുന്ന സ്ലോ മോഷനിൽ നടക്കുന്ന ഒരു സാധനം വന്നിട്ട് ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുള്ളൂ. ഇപ്പൊ 2-3 ദിവസമായി. പുള്ളി വെറുതെ നടക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട്? അതിന്റെ ഉള്ള മറ്റേ മ്യൂസിക്, ആ ബസുക്കെ തന്നെ ആ മ്യൂസിക് കൊടുത്ത ശേഷം എന്താ, എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഇയാളോട് സത്യം പറഞ്ഞാൽ അസൂയാണ് ഓരോ സമയത്ത് തോന്നുന്നത്. അത് അദ്ദേഹം ചെയ്യുന്ന സിനിമകളാണെങ്കിലും അദ്ദേഹത്തിലെ റോളുകളാണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ എന്താ പറയാ, ഓരോ തവണ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് ആണെങ്കിലും പുള്ളിയുടെ സംസാരങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടത് ആവശ്യമില്ല, എന്നാൽ പോലും നമ്മൾ പറയേണ്ടി വരികയാണ് വീണ്ടും വീണ്ടും. കാരണം അത്തരത്തിലാണ് ഓരോ സമയത്തും പുള്ളി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബസൂക്കി അല്ലാതെ കളങ്കാവൽ എന്ന് പറഞ്ഞുള്ള സിനിമയുണ്ട്. കളങ്കാവൽ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. അത്ര മാരകമായിട്ടുള്ള ലുക്കാണ് പുള്ളി തന്നിട്ടുള്ളത്. അതിൽ ഇനി എത്രമാത്രം വലിയ പെർഫോമൻസ് വരെ നമുക്ക് അറിയില്ല. അതിനിടയിൽ ഇപ്പോ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കോമഡി ഒക്കെ കൈകാര്യം ചെയ്യുന്ന വളരെ രസമായിട്ടുള്ള ഒരാള്, വളരെ ജോളി ആയിട്ടുള്ള ഒരാള്, എന്നാൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു CID, അങ്ങനത്തെ ഒരു സാധനം. ഇനി ബസൂക്കയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ടീസറും മറ്റു ഗ്ലിംസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനം മാസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, നല്ല ഗത്തായിട്ടുള്ള, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള, ഭയങ്കര എന്താ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത്തരത്തിലുള്ള ക്യാരക്ടറാണ് നമ്മൾ നോക്കി കാണുന്നത്. ഞാൻ പേഴ്സണലി അങ്ങനെയാണ് നോക്കി കാണുന്നത്. ഭയങ്കര മാസ് ആയിട്ടുള്ള, എല്ലാവരും ഞെട്ടിക്കുന്ന, കൂസ്ബംസ് വരുന്ന കുറെ മൊമെന്റ്സ് ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു ഗംഭീര സിനിമയായിരിക്കും ബസൂക്ക എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ മമ്മൂക്കിന്റെ സ്റ്റാർഡം യൂസ് ചെയ്തുകൊണ്ടുള്ള കഥാപാത്രങ്ങൾ, ഇപ്പൊ ലാലേട്ടന്റെയും മമ്മൂക്കേന്റെയും അതുപോലെ അത്തരത്തിലുള്ള വലിയ വലിയ നടന്മാരൊക്കെ സിനിമകൾ വരുമ്പോൾ, തമിഴിലാണെങ്കിൽ നമ്മൾ വിജയ് അല്ലെങ്കിൽ രജനീകാന്ത് ഫിലിംസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്കുള്ള ഒരു സ്റ്റാർഡം കൂടി ആ കഥാപാത്രങ്ങളിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ നമുക്ക് തരാനുണ്ട്. അത്തരത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആളുടെ സ്റ്റാർഡം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥാപാത്രമാണ് ബസൂക്കിൽ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ടിപ്പിക്കൽ കഥാപാത്രമായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുള്ള, കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം മുതൽ, അതായത് ഈ ഒരു കുറച്ച് അങ്ങോട്ട് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ
ഈ നൻപകൽ നേരത്ത് മയക്കം, അവിടെ നിന്ന് വന്നിട്ടുള്ള കുറെ സിനിമകൾ, പുഴു ആവട്ടെ, കാതലാവട്ടെ, റോഷാക്ക് ആവട്ടെ, ഇപ്പൊ വന്നിട്ടുള്ള അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമാണെങ്കിൽ ടർബോ ആകട്ടെ, അതല്ലാതെ ഇപ്പൊ വന്നിട്ടുള്ള നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ആവട്ടെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങളുണ്ട്. ഇങ്ങനെ വരി 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 വരിക്ക് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ പെർഫോമൻസ് ഉണ്ടാകാം, ഒന്നുകിൽ സ്ക്രിപ്റ്റ് കൊണ്ടായിരിക്കാം, ആ കഥാപാത്രത്തിന്റെ സ്റ്റൈല് കൊണ്ടായിരിക്കാം, ഭ്രമയുഗം. അങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നടൻ. അത് മമ്മൂക്ക അല്ലാതെ മറ്റൊരാളെ ഇപ്പോ നിലവിൽ നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പറയാനില്ല എന്നുള്ളതാണ് സത്യം. ഒന്നോ രണ്ടോ നല്ല വലിയ പടങ്ങൾ വരുന്നുണ്ടാവാം, വലിയ ഹൈപ്പിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടാവാം. എന്നാൽ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുള്ള, തൊടുന്നതെല്ലാം ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന അത്തരം സ്ക്രിപ്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് തരുന്ന അങ്ങനെ ഒരു നടൻ ഇപ്പോ മമ്മൂക്ക മാത്രമേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ളൂ. അപ്പൊ ബസൂക്കും അതിന്റെ ഒരു തുടർച്ചയാവും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണുന്നവരെ